ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം പ്ലെയർ ഓഫ് ദി വീക്കിന്ന് മർക്കിനസിന് കിട്ടിയായിരുന്നു. ഇതിന്ന് മർക്കിനസിന് കിട്ടിയായിരുന്നു. അപ്പം മർക്കിനസിൻ്റെ ഒരു ഗെയിം പ്ലേ റിവ്യൂ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. മർക്കിനസ് അല്ലായിരുന്നു എൻ്റെ ടാർഗറ്റ്. എനിക്ക് ഒഷിമനും ടാർഗറ്റായിരുന്നു. അതുപോലെ ചൗമേനി, എൻ്റെ ഫേവറേറ്റ് പ്ലെയേഴ്സിലൊന്നാണ് ചൗമേനി. ചൗമേനിയും ടാർഗറ്റായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എന്ത് ചെയ്യാൻ? അതുപോലെ തന്നെ ഇതിൽ നിന്ന് പിന്നെ അങ്ങനെ കളിപ്പിച്ച് നോക്കാൻ വേണ്ടി മാത്രം ആരെയും കിട്ടിയില്ല കഴിച്ചു. അതാണ് പിന്നെ ഞാൻ ലുക്കാക്കുവിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു വീഡിയോ ഇടാന്ന് വെച്ചാൽ ലുക്കാക്കുവിനെയും കിട്ടിയില്ല. യമാലെ ടാർജറ്റ് അല്ല, പക്ഷെ യമാലിനെ കിട്ടിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. സലിബേനെയും കിട്ടിയില്ല. സലിബ പൊളിയാണ് കഴിച്ചത്. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു പെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പം വാൻഡേക്കിന്റെ പെയ്ഡ് കാർഡോ അല്ലെങ്കിൽ കനവാരോ നെസ്റ്റ അങ്ങനെയുള്ള കിടിലം കാർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെൻട്രൽ ബാക്കിൽ, അതായത് സെൻട്രൽ ബാക്കിൽ ഇടാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് രണ്ട് കളിക്കാരുണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന. അത് ഒന്ന് സലിബയും പറഞ്ഞ മാൻഡേക്കുമാണ്. രണ്ടുപേരുടെയും പ്ലെയർ ഓഫ് വീക്ക് കാർഡാണെങ്കിലും നോർമൽ ഫീച്ചേർഡ് കാർഡാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ് തരും. അതുകൊണ്ട് നിങ്ങളുടെ ഈ സലിബിനെ കിട്ടിയവരുണ്ടെങ്കിൽ കളിച്ച് നോക്കുന്ന ഒരു അഭിപ്രായം പറയണം കേട്ടോ, പ്രത്യേകിച്ച്. പിന്നെ ഇവനെ എനിക്ക് ഇവൻ്റെ കാർഡ് ഓൾറെഡി എൻ്റെ ഉണ്ട്. ഞാൻ എൻ്റെ റിവ്യൂ ഉടനെ ഇടാം. അതും എൻ്റെ ഒരു ഡീപ്ലേയിങ് ആണ്, പക്ഷെ എന്നാലും ഞാൻ ചെറുക്കനെ നമുക്കൊന്ന് കളിപ്പിച്ച് നോക്കണം. കളിപ്പിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. പിന്നെ ഈ പാക്ക് കണ്ടോ ഗൈസ്? ഈ പാക്കിൽ നിന്ന് എനിക്കതാ 149 സ്പിന്നിന് ബാക്കി കിടക്കും. ഒരൊറ്റ സ്പിന്നിന് എനിക്കതാ ഇവനെ കിട്ടി, ഗ്യാപ് സ്റ്റാമിനെ കിട്ടി. അതവിടെ കിടക്കട്ടെ എന്തായാലും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ, കാരണം ഞാൻ അങ്ങനെ കാശ് കൊടുത്തൊന്നും ഒന്നും ഇത് ചെയ്യാറില്ല അങ്ങനെ അധികം. എന്തരായാലും ഇതാ കിടക്കുന്ന ചെറുക്കൻ ഗ്യാപ് സ്റ്റാം. ചെറുക്കൻ്റെതാ 191 ഹൈറ്റ് സെൻട്രൽ ബാക്കിൽ. പക്ഷെ എന്താ പോവാൻ മതി കാശത്. അവയർനെസ് 100, ടാക്ലിങ് 102, അഗ്രഷൻ 98, എൻഗേജ്മെന്റ് 99, 96 ഫിസിക്കൽ കോണ്ടാക്ട്. മതി, ഇതൊക്കെ മതി എളിയ. എന്തായാലും നമുക്ക് മാർക്കിനസിനെ പിടിച്ചൊന്നിടാം. ഓർഡർ ഓഫ് സൈനിങ് മാർക്കിനസ് എന്ത് അതാ നടക്കുന്നു. ചെറുക്കൻ്റെ സ്റ്റാറ്റസ് ആയി നോക്കാൻ തന്നെ. 31 വയസ്സ്, 183. ഈ മാർക്കിനസിന്റെ ഏറ്റവും മെയിൻ പ്രശ്നം എന്താണെന്നറിയാവോ? 183 ഹൈറ്റ്. സത്യം പറഞ്ഞാൽ ഹൈറ്റിന്റെ ഒരു ഇഷ്യൂ മാത്രമേ സത്യത്തിൽ എനിക്ക് മാർക്കിനസിന് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതിന്റെ കാര്യം, അതായത് മെയിൻ സ്കോഡിൽ അങ്ങനെ അധികം ഉപയോഗിക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കിനസിന്റെ ഹൈറ്റ് ആണ്. പക്ഷെ എന്ന് വെച്ച് അങ്ങനെ ഹൈറ്റിന്റെ കാര്യത്തിൽ തള്ളിക്കളയരുത്. കാരണം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഡിഫൻസീവ് അവയർനെസ് 91, ടാക്ലിങ് 93, അഗ്രഷൻ 92, എൻഗേജ്മെന്റ് ഡിഫൻസീവ് എൻഗേജ്മെന്റ് 95, സ്പീഡ് 95. പുള്ളിക്കാരൻ്റെ ജമ്പിങ് ഉണ്ട്. 180 സംതിങ് ഹൈറ്റ് ഉണ്ടായിട്ടും, അതായത് നമ്മുടെ ബറേസിയൊക്കെ ഇതുപോലെ, ബറേസിക്കും ഏകദേശം ഇതുപോലെ. അതായത് ഹൈറ്റ് ഇല്ലെങ്കിൽ പോലും പുള്ളി അത്യാവശ്യം നല്ലപോലെ ജമ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് മാർക്കിനസ്. ഹൈറ്റ് ഇല്ലെങ്കിലും നല്ലപോലെ ജമ്പ് ചെയ്ത് ബോളുകളെല്ലാം നല്ലപോലെ അറ്റൻഡ് ചെയ്യും. ഫിസിക്കൽ കോണ്ടാക്ട് 89, കുഴപ്പമില്ല. അത്യാവശ്യം, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്നതിൽ അത്യാവശ്യം കിട്ടുന്ന മാർക്കിനസിന്റെ കാർഡുകളിൽ അത്യാവശ്യം നല്ലതാണ്, അങ്ങനെ വേണം പറയാം. എന്തായാലും കളിയിലോട്ട് പോവാം. PSG വൈസർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. PSG കളിക്കാരൻ എന്താ എൻ്റെ കളിക്കുന്ന മാർക്കിനസ്. ചെറുക്കൻ കളി നോക്കാം, നമുക്ക് കളി നോക്കിയിട്ട് ഞാൻ ബാക്കി പറയാം. ആളുണ്ട്, അത്യാവശ്യം നല്ല ടീമാണല്ലോ. ഈ കിടക്കുന്ന ഡിലൈറ്റിന്റെ കാർഡുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഡിലൈറ്റിന്റെ കാർഡ്. ഹക്കീമിയുടെ കാർഡ് കിടിലമാണ്. അതുകൊണ്ട് ഇവനും ഈ ന്യൂനോ മെൻഡസിന്റെ ഈ കാർഡ് പൊളിയാണ് ഗൈസ്. ഈ മൂന്ന് ഇവന്റെ ഈ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും സെന്റർ ബാക്കും ബെസ്റ്റ് കാർഡുകളാണ് മൂന്നെണ്ണം. അതായത് ഫ്രീ ആയിട്ട് ഈ കിടക്കുന്ന കസിലസിനെ പറയാത്തതിന്റെ കാര്യം, ഇതൊക്കെ ഫ്രീ കാർഡ് അല്ലായിരുന്നു, അതുകൊണ്ട് പറയുന്നില്ല. ഈ മാർക്കിനസ് പൊളിയാണ്. ഈ മാർക്കിനസ് കിട്ടില്ല കാർഡാണത്. ഓക്കെ, നമുക്ക് എന്തായാലും കളിയിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, കളി വന്നിട്ടുണ്ട്. നമുക്കിവൻ ഇന്ന് അടിച്ച് ഓടിക്കാൻ പറ്റുമോ അതോ നമ്മൾ ഓടുമോ എന്നുള്ളത് നമുക്കിന്ന് നോക്കാം കേട്ടാ. ഓക്കെ, ഹാളണ്ട്, ഫോർലാൻ, പെലെ ഓടിക്കേറടാ. നെയ്മർ 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 അർണോൾഡ്. ബോളെടു കിട്ടുന്നില്ലല്ലോ ഗായ്സ്. എന്തെങ്കിലും പിടി. ആര് കാലിട്ട് ഓടിക്കാൻ നോക്കിയേ? പെലെ, ഫോർലാൻ. ഓ, ചെറുക്ക സീൻ കളിയാന്ന് കേട്ടോ. നല്ലപോലെ പാസ് ചെയ്യുന്നവൻ, നല്ലപോലെ പാസ് ചെയ്യുന്നടാ അവൻ. കണ്ട കുട്ടിയടാ. പെലെ, കൊടു 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 ഓടി കേറുമ്പോ ഓടിക്കില്ലടാ, പോയില്ലടാ. ഡിലേറ്റ് പിടിച്ചടാ. മാറ്റിനി ഇല്ല, കിട്ടിയില്ല. ബെല്ലിംഗം
ബെല്ലിംഗം ബെല്ലിംഗത്തിന്റെ കാർഡും എനിക്ക് അതുപോലെ 2-3 സ്പില്ലെങ്ങാണ്. അയ്യോ ഹാളുണ്ട്. കുഴപ്പമില്ല, നമുക്ക് തിരിച്ചടിക്കാം. അങ്ങനെയൊന്നും വീണ് പോകുന്നവനല്ല ഞാൻ. നമുക്ക് നോക്കാം. എന്റെ ബെസ്റ്റ് എന്തായാലും ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഫോർലാൻ ചേടാ കിട്ടിയില്ല. നെയ്മറെ എടാ. അർണോൾഡ് മാർക്കിനസ് കിട്ടിയില്ല. ചേടാ മെസ്സി അടുത്ത ഗോൾ ഇടല്ലേ. എന്തൊരു ലാഗടാ ഇത്. ഗൈസ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട്ലി മാച്ചൊക്കെ കളിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ട് ഫ്രണ്ട്ലി മാച്ച് കളിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതായത് നമുക്ക് ലൈവിലൊക്കെ വന്നിട്ട്, അത് ഇപ്പോഴേ ഒന്നും ഇപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇനി കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസിനകത്ത് കുറേ പ്രശ്നങ്ങൾ കാണുമല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം കേട്ടോ. കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അപ്പം അതെല്ലാം ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കാം. ആഴ്ചയിൽ ഒരു 2 വീഡിയോ 3 വീഡിയോ വെച്ചിട്ട് മാക്സിമം ഇടാൻ നോക്കാം. നമുക്ക് വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് വീഡിയോ കാണും. അതായത് വ്യാഴം അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് പ്ലെയർ ഓഫ് വീക്കിൻ്റെ വീഡിയോസ് കാണും. പിന്നെ അതുപോലെ തന്നെ അല്ലാതെ റാങ്ക് പുഷിങ് വീഡിയോസ് കാണും. ഇതിനെല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് സപ്പോർട്ട് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. തെറ്റുകളിൽ നിന്നാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം എന്തായാലും. കണ്ട അവൻ്റെ ഒരു ആരോഗ്യം കണ്ട, അവനെ ഇടിച്ച് കളയാൻ വിടുന്ന പാട് കണ്ട. അതുകൊണ്ടാണ് എനിക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടത്. ഓടിക്കേറി. അയ്യോ, കൂട്ടേടിയാണല്ലോ. പെലെ കിട്ടിയില്ല. നോക്കട്ടെ, നെയ്മർ ബോഡി ബോൾ എടുക്കോ? ഇല്ല. അലക്സാണ്ടർ റെഡ് കാർഡൊന്നും കിട്ടാടത്തോളം. ബെല്ലിംഗം എടാ, ഫൗളടാ. ഇവനൊക്കെ കാശ് കൊടുത്ത് നിർത്തിയേക്കുന്ന ഇവനൊക്കെ ഗായ്സ് എന്തിനാ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? ഇവനൊക്കെ പൈസ കൊടുത്ത് നിർത്തിയേക്കുന്ന ഓടിക്കറാ. എടാ, കിട്ടുന്നില്ല. പ്ലാറ്റിനി അനങ്ങി ഓർഡർ. അത് തന്നെ. അവനങ്ങ് ഒരുപാട്. അയ്യോ നല്ലൊരു അവസരമായിരുന്നു. ഞാനത് കൊണ്ട് നശിപ്പിച്ചതിനെ. അല്ലേ പുല്ല്. കുഴപ്പമില്ല, കാരണം മാറ്റാനൊന്നും ഇല്ലല്ലേ. അടുത്ത ഇതിലോട്ട് പോവാ. എൻ്റെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെയാണ് ടച്ച്. ബെല്ലിംഗം, പിർലോ, നെയ്മറിന് പോലും അത് കിട്ടിയില്ലടാ. അയ്യേ. ചെറുക്കൻ ഹൈറ്റ് കേട്ടോ. എന്തൊരു ചാട്ടോടാ അവൻ. പുതിയ കാടാണ്ട് ചെറുക്കനെ ഒന്ന് ഫീൽ ചെയ്ത് വരുന്നേ ഉള്ളു കേട്ടോ. സെറ്റപ്പ് എങ്ങനെയാണ് കളിപ്പിക്കുന്ന രീതി എന്നുള്ളതൊക്കെ വലിയ ഓടി കയറി. അത് കൊള്ളാടാ മോനെ, അത് കൊള്ളാം. അതാണ് എനിക്ക് വേണ്ടത്. ഇതിമതി സെലിബ്രേഷൻ ആണ് വേണ്ടത്. ഗുഡ് ഗോൾ. നൗ ലെറ്റ്സ് വിൻ ദിസ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നല്ല ഇതും പറയും. ചേടാ, ഓർല എൻ്റെ മെയിൻ സ്ട്രൈക്കറാട്ടോ. അവർക്ക് ചെറുക്കനെ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. കാരണം എനിക്ക് എൻ്റെ അത്യാവശ്യം, അതായത് ഞാൻ ഗോള് കയറത്തില്ല എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ഗോളുകൾ ഫോർലാൻ എനിക്ക് അടിച്ചിട്ട് തരും. അത്യാവശ്യം നല്ല. എനിക്ക് എൻ്റെ സ്കോളിൽ എനിക്ക് അത്യാവശ്യം വിശ്വസിച്ച്. അയ്യോ, ലാഗ് വന്നോണ്ടാ പുല്ലത്. അത്യാവശ്യം, അതായത് എൻ്റെ സ്കോഡിൽ അത്യാവശ്യം സെറ്റാണ് അത്യാവശ്യം. ഫോർലാൻ അത്യാവശ്യം. എനിക്ക് ഞാൻ കളിപ്പിച്ചതിൽ എനിക്ക് കുറ്റം പറയാനോ അങ്ങനെ ഒരു കുഴപ്പമോ സത്യം പറഞ്ഞാൽ ഫോർലാൻ. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആദ്യം കുറേ നാൾ തഴഞ്ഞിട്ടിരുന്ന എൻ്റെ സ്കോഡിൽ പോലും ഇടത്തില്ലായിരുന്നു.
കാരണം ഫിനിഷിങ് ഒട്ടും ഇല്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ തോന്നി. പക്ഷെ ഞാൻ ഇപ്പം കഴിഞ്ഞിപ്പം ഒരു മാസമായിട്ട് കളിപ്പിക്കും. എനിക്ക് പുള്ളിക്കാരൻ സെറ്റാണ് കേട്ടോ. സെറ്റെന്ന് പറഞ്ഞാൽ ചുമ്മാ ചുമ്മാ അങ്ങനെ സെറ്റെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം അങ്ങനെ പറഞ്ഞാലും നമ്മളെ പുള്ളീനെ അങ്ങ് കുറച്ച് പറയുന്ന കണക്ക് തോന്നും. എനിക്ക് ഓക്കെയാണ് പുള്ളിക്കാരൻ. കാരണം ഞാനാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ അടിച്ചിടത്തില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്ന സാധനത്തൊക്കെ വന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ അനുസരിക്കും. തക്കേന്ന് പറഞ്ഞ് തട്ടിയിട കളയും. ഇങ്ങനെയൊക്കെ എന്തായാലും ഫ്ലാറ്റിന് നമ്മൾ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ പറ്റും. രണ്ടാമത്തെ ഗോള് നമ്മൾ അടിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കട്ടെ. ഫ്ലാറ്റിന് ഇതിനെയൊക്കെ അത്യാവശ്യം ഫ്ലാറ്റിന് കയറ്. ബെല്ലിംഗ് ഒന്നും എനിക്ക് അത്ര ഓക്കെ അല്ല കേട്ടോ. നമ്മൾ ചിലവന്മാരൊക്കെ ഈ കാർഡിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹൈപ്പ് അടിക്കുന്നതാണ്. പക്ഷെ എനിക്ക് വലിയ സുഖം തോന്നിയിട്ടില്ല. കണ്ടാ ഗോള് കണ്ടോടാ ചെറുക്കൻ്റെ ഹോർലാൻഡ്. എനിക്ക് ഇതാണ് ചെറുക്കനെ ഇഷ്ടം. ഇതാണ് എനിക്ക് ചെറുക്കനെ ഇഷ്ടം. അതേസമയം ഇൻസാഗി ഒന്നും ഇങ്ങനെ അടിക്കത്തില്ല. അതിൻ്റെ കിടക്കുന്ന മറ്റേ ഇൻസാഗി ഒന്നും കളി ജയിച്ചെന്ന് തോന്നുന്നു എനിക്ക്. ലെഫ്റ്റ് അടിച്ച് ഇറങ്ങി കളിയുന്നു. കണ്ട പോയാ ഇല്ലെന്ന് തോന്നുന്നു. റിയൽ മെന്നാണെങ്കിൽ അവൻ നെക്സ്റ്റ് ഡേ അല്ലേ എക്സിറ്റ് അടിച്ച് പോകത്തില്ല. അവൻ റിയൽ മെന്നാണെങ്കിൽ നമുക്ക് നോക്കാം ആരാണോ എന്തോ. അതൊക്കെ വല്ല ബംഗാളിയായിരിക്കും. ഞാൻ ഭയങ്കര കളിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കട്ടോ. ഞാൻ എങ്ങനെയാണ്ടൊക്കെ ചുമ്മാ കളിക്കുന്നോണ്ടൊക്കെ ജയിച്ചു പോകുന്നേ. കണ്ട പോകും. എന്തായാലും നല്ല കളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. ഇവൻ അറിയാവൂ, മർമൂഷ് എനിക്ക് അവനെയും കറക്കി കിട്ടിയതാ. കുഴപ്പമില്ലല്ലേ. മാർട്ടിനസിന് 3 കളി കളിപ്പിച്ചു. 3 കളിയിലും എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടാ തോന്നിയത്. നിങ്ങൾക്കിപ്പം അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സെൻട്രൽ ബാക്കിനൊക്കെ ആയിട്ടാണ് നിങ്ങൾ കളിപ്പിക്കുന്നത്. ഓവറായിട്ട് നിങ്ങളുടെ ഒരു വലിയ അതായത് ഓവറായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഫ്രീ ആയിട്ട് ബറേസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബറേസിനെ ധൈര്യമായിട്ട് കളിപ്പിച്ചോ. ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടിയ ബറേസി ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ബറേസിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ബറേസിനിട്ട് കളിപ്പിച്ചോ. അല്ലാത്ത പക്ഷം നല്ലൊരു വാൻഡേക്കിന്റെ നല്ലൊരു കാർഡില്ല, സെലിബയുടെ നല്ലൊരു കാർഡില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മാർക്കിനസിനിട്ട് കളിപ്പിക്കാം. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ളേ. അതായത് അത്യാവശ്യം അവയർനെസ്സും, പുള്ളിക്കാരെ അത്യാവശ്യം ഓടിക്കയറി ബോളുകളൊക്കെ എടുക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ ബോളൊക്കെ അടിച്ച് കളയും. എല്ലാം അത്യാവശ്യം സെറ്റാണ്. പക്ഷെ ഈ ഹൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാ സമയത്തും, അതായത് ഇപ്പം നമുക്ക് ഒപ്പോണന്റ് ഇപ്പം വന്നിരിക്കുന്നത് ഇപ്പം ഹാളണ്ട് അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ കൊണ്ട് ചിലവന്മാര് ക്രോസ് പാമിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില സമയത്ത് പെട്ടുപോകും. കാരണം പുള്ളിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. എന്ന് വെച്ചാൽ പുള്ളി എല്ലാ ബോളും ഹെഡ് ചെയ്യത്തില്ല എന്നല്ല, പുള്ളീനെ കൊണ്ട് പറ്റുന്നത് പുള്ളി ചെയ്യാൻ നോക്കുന്നുണ്ട്. പുള്ളി നമ്മൾ ചിലപ്പം ഹെഡ് വരുന്ന ചുമ്മാ ഒരു ബോൾ പൊങ്ങി വരുമ്പോഴത്തേക്ക് പുള്ളി അത് ഹെഡ് ഇല്ലാത്തതുകൊണ്ട്, എന്തോ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ചെയ്യാതിരിക്കത്തില്ല. പുള്ളീനെ കൊണ്ട് പറ്റുന്നത് പോലെ പുള്ളി ചാടി ഹെഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ബോളും പുള്ളി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. പുള്ളിക്ക് മെയിൻ കാരണം അതെ. പുള്ളിക്ക് ജമ്പിങ് 90 ജമ്പിങ് ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളി അത്യാവശ്യം ഹെഡൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളി കുഴപ്പമില്ല. എനിക്ക് കാർഡ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നമുക്കിപ്പം ഈവൻ മാച്ചിലും അങ്ങനെയുള്ളതിലൊക്കെ ഞാൻ മെയിനായിട്ട് ഇങ്ങനെയുള്ള കാർഡ്സ് യൂസ് ചെയ്യത്തുള്ളൂ. അതായത് ഓൺലൈൻ ഇവന്റ്സും അങ്ങനെയുള്ളതിനൊക്കെ. ഈ ഫ്രണ്ട്ലിക്ക് വേണ്ടിയിട്ട് മാത്രം, ഫ്രണ്ട്ലി കളിക്കുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ മെയിൻ സ്കോഡ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതുള്ള ഇവന്റ്സിലൊക്കെ കൂടുതലും നമുക്ക് കിട്ടുന്ന അല്ലാത്ത പ്ലേയേഴ്സിനെ ഇട്ട് കളിപ്പിച്ച് നോക്കാറാ പതിവ് എപ്പോഴും. അങ്ങനെ ഇട്ട് കളിപ്പിക്കാറാ പതിവ് എപ്പോഴും. എന്തായാലും ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ സന്ധിக்கிற വരയ്ക്കും വണക്കം. അങ്ങനെ പറയണോ? വേണ്ടല്ലേ. എന്തായാലും അടുത്ത വീഡിയോക്കകത്ത് കാണാം. ഞാൻ ഉടനെ തന്നെ ആഴ്ചയിൽ 2 വീഡിയോസ് ഒക്കെ ഇടാൻ വെച്ച് നോക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെ കമൻ്റായിട്ട് പറയണം കേട്ടോ. കുഴപ്പങ്ങളൊക്കെ ഉള്ള കമൻ്റായിട്ട് പറ. ഞാനതൊക്കെ ഇങ്ങനെ ശരിയാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കാം. എന്തായാലും താങ്ക്സ് ഫോർ ദ വാച്ചിങ്.